ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 രാജാക്കന്മാർ 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 2-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ മരണമാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആരംഭിച്ചവനായ ദാവീദിൻ്റെ ജീവിതം മരിക്കാറായപ്പോൾ ചില പ്രതികാര ചിന്തയോടുകൂടി മരിക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. അദ്ദേഹം മരിക്കാറായപ്പോൾ തൻ്റെ മകൻ രാജാവായ ശലോമോനെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മരിക്കാമായിരുന്നു. ദൈവം തൻ്റെ ജീവിതത്തിൽ തന്നെ വഴിനടത്തിയ കാര്യങ്ങളും അതിൽ വ്യതിചലിച്ച് താൻ ബഹുഭാര്യത്വം സ്വീകരിച്ചുകൊണ്ട് തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ വേണമെങ്കിൽ ശലോമോനോട് പറഞ്ഞ് അങ്ങനെ ആവർത്തിക്കരുത് എന്ന് വേണേൽ പറയാമായിരുന്നു. അതിന് പകരം അദ്ദേഹം ചെയ്തത് ചില ആളുകളോടുള്ള പ്രതികാരം വീട്ടുവാൻ ശലോമോനെ ഏൽപ്പിക്കുകയാണ്. ഒന്ന്, തൻ്റെ സൈന്യാധിപനായ അനേക വർഷക്കാലം തന്നോട് ചേർന്ന് തന്നെ സഹായിച്ച യോവാബിനെ വധിക്കാൻ ആവശ്യപ്പെടുന്നു. 2, ശൗലിൻ്റെ കുടുംബാംഗമായിരുന്ന ശിമെയെ വധിക്കാൻ ആവശ്യപ്പെടുന്നു. യോവാബിനെ വധിക്കാൻ ഇവിടെ കാരണമായിട്ട് പറയുന്നത് നിരപരാധികളായിരുന്ന അബ്നേരിനെയും അമാസായെയും അവൻ കൊന്ന കാര്യം മാത്രമേ ദാവീദ് പറയുന്നുള്ളൂ. എന്നാൽ ദാവീദിൻ്റെ മനസ്സിൽ തൻ്റെ മകൻ അബ്ശലോമിനെ യോവാബ് വധിച്ചുവെന്ന ആ ഒരു വലിയ പക ഉണ്ടായിരുന്നു. അത് ഇതുവരെ ദാവീദ് പുറത്ത് കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാവാം യോവാബിനെ വധിക്കാൻ അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നത്. അന്ന് സമൂഹത്തിന് മുൻപാകെ മറ്റുള്ളവരുടെ മുൻപാകെ ക്ഷമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ക്ഷമ വാക്കിൽ മാത്രമായിരുന്നു. എന്നാൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ താൻ ഒരിക്കലും അവരോട് ക്ഷമിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശൗലിൻ്റെ കുടുംബാംഗമായിരുന്നതായ ശിമെയി ദാവീദിനെ ശപിച്ചു എന്നുള്ളതാണ്. അന്ന് അവനെ കൊല്ലാൻ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞത് ദൈവം പറഞ്ഞിട്ടാണ് അവൻ എന്നെ ശപിച്ചതെന്ന് പറഞ്ഞ ആളാണ്. ശിമെയി ഒരിക്കലും ദാവീദിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചില്ല. അവനെ കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് ശൗലിനെ കൊന്നത് അവനാണെന്ന് വിചാരിച്ചല്ലേ അവനെ രാജസ്ഥാനത്ത് മാറ്റിയതിൻ്റെ കാരണക്കാരനെന്ന് പറഞ്ഞ് അവനെ ചില ശാപവാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ദാവീദിൻ്റെ മനസ്സിലെ പ്രതികാര ബുദ്ധി അവിടെ നിലനിൽക്കുകയാണ്. തൻ്റെ ജീവിതം ദൈവത്തിൽ ആരംഭിച്ചവൻ വാസ്തവത്തിൽ വളരെ നിരാശകരമായൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് അവരോട് ക്ഷമിച്ചിരുന്നെങ്കിലും തൻ്റെ മനസ്സിൽ അവരോടുള്ള വൈരാഗ്യം താൻ താലോലിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. ഇത് നമുക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പായി നമ്മളിതിനെ കാണണം. ദാവീദിനെ ഒരു പരിധിവരെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം അവൻ പഴയ ഉടമ്പടിയുടെ കീഴിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അന്ന് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഭൂമിയിൽ വന്നിട്ടില്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ന്യായപ്രമാണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദാവീദ് വളർന്നതും ജീവിച്ചതുമൊക്കെ. എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കൊരു പരിധി വരെ കുറ്റപ്പെടുത്താനാവില്ല. നമ്മളിന്ന് ജീവിക്കുന്നത് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് വന്ന ഭൂമിയിലാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. ദാവീദിനെ പോലെ പ്രതികാര ബുദ്ധി ഒരിക്കലും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ ആ തെറ്റുകൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ തെറ്റുകളെ ദൈവം ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ തെറ്റുകളെ ദൈവം ഒരു നാളും ക്ഷമിക്കുകയില്ല. കർത്തൃ പ്രാർത്ഥനയിലും സ്ത്രീഹന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമ ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പോലും അവകാശമുള്ളൂ എന്നാണ്
കർത്താവ് പഠിപ്പിച്ചതിൻ്റെ അർത്ഥം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന് 22 മുതൽ 35 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ്ലീഹ യേശുവിനോട് ചോദിക്കുന്നു, സഹോദരൻ പിഴച്ചാൽ എത്ര പ്രാവശ്യം അവനോട് ക്ഷമിക്കണം? 70 വട്ടം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു ഉപമ കൂടി അവിടെ പറയുന്നുണ്ട്. ഒരു ദാസൻ തൻ്റെ യജമാനനോട് കടം വാങ്ങിച്ചിരുന്നു. പറഞ്ഞ സമയത്ത് കൊടുത്തു വീട്ടുവാൻ അവന് ഇത് നിവൃത്തിയില്ല. അവൻ ചെന്ന് യജമാനോട് പറഞ്ഞു, യജമാനൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അവധി തരണം. ഞാൻ തരത്തില്ല എന്ന് അവൻ പറഞ്ഞില്ല. യജമാനൻ പറഞ്ഞു, സാരമില്ല, നീ എനിക്ക് മടക്കി തരണ്ട, നീ പൊയ്ക്കൊള്ളുക. അവൻ സന്തോഷത്തോടെ മടങ്ങി പോരുമ്പോഴാണ് അവനോട് 1000 നാണയം അവൻ കടം വാങ്ങിച്ചിരുന്നവനാണ്. ഇവനോട് 100 രൂപ കടം വാങ്ങിച്ചവനെ, 100 നാണയം കടം വാങ്ങിച്ചവനെ നമുക്ക് വഴിയിൽ കാണുന്നു. അവനും ഇദ്ദേഹത്തോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് സാവകാശം തരണം. പക്ഷേ നമ്മൾ വായിക്കുന്നു, അവനത് ക്ഷമിച്ചില്ല. അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി അവനെ കൊല്ലാൻ ശ്രമിക്കുന്നതായി നമ്മൾ കാണുന്നു. ഉപമ പറഞ്ഞിട്ട് കർത്താവ് നമ്മോട് വീണ്ടും പറയുന്നു, സഹോദരനോട് നിങ്ങൾ ക്ഷമിക്കുന്നതല്ല എങ്കിൽ നിങ്ങളുടെ കടങ്ങളെയും ദൈവം ഒരു നാളും ക്ഷമിക്കുകയില്ല എന്നുള്ളതാണ്. എബ്രായ ലേഖനം 12:15 പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ, വിദ്വേഷ മുഖാന്തരം പലരും അശുദ്ധരായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാവീദ് പഴയ നിയമ ഉടമ്പടിയുടെ കാലത്ത് ജീവിച്ച ആളാണ്. അദ്ദേഹത്തിന് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നമ്മളിന്ന് ജീവിക്കുന്നത് പുതിയ നിയമകാലത്താണ്. പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവരാണ്. നമുക്കൊരിക്കലും ഈ പ്രതികാര ചിന്ത മനസ്സിൽ വരാൻ പാടില്ല. ക്ഷമിച്ചാൽ പൂർണ്ണമായി ക്ഷമിക്കണം. വാക്കുകൾ കൊണ്ട് മാത്രമല്ല ക്ഷമിക്കേണ്ടത്, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അതൊക്കെ കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ അത് ഓർക്കാതിരിക്കത്തക്കവണ്ണം, ആ ഒരു വിരോധം മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കത്തക്കവണ്ണം പൂർണ്ണമായി ക്ഷമിക്കാൻ സാധിക്കണം. ശലോമോൻ തൻ്റെ ഭരണം ആരംഭിക്കുന്ന അർദ്ധ സഹോദരനായ അദോനിയാവിനെയും തൻ്റെ പിതാവിൻ്റെ സഹോദരി പുത്രനായ യോവാബിനെയും വധിച്ചുകൊണ്ടാണ് തൻ്റെ ഭരണം താൻ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ദാവീദ് അപ്രകാരം പറഞ്ഞതുകൊണ്ടാണ്, ഒരു പ്രതികാര ബുദ്ധിയോടെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ശലോമോൻ അങ്ങനെ ഒരു ആരംഭം ഉണ്ടാകാനുള്ള കാരണം. നമുക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മളോട് തെറ്റ് ചെയ്തവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.